അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 39 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഭൂമി നിർജീവമായി കിടക്കുന്നത് നിനക്ക് കാണാം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചാൽ അത് ഇളകുകയും വികസിക്കുകയും ചെയ്യുന്നു. അപ്രകാരം മരണപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നുമാണ് 39-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും അവനിൽ മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നും സൂര്യനെ, ചന്ദ്രനെ, അതേപോലെയുള്ള നക്ഷത്രങ്ങളെ, സൃഷ്ടികളെ ഒന്നുമല്ല, അവയെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നും നിങ്ങൾ അഹങ്കരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കേമന്മാരും മഹാന്മാരുമായ മഹത്വമേറിയ സൃഷ്ടികളായ മലക്കുകൾ, ആ മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. എന്നാൽ പ്രമാണങ്ങൾ എത്രമാത്രം വിശദീകരിക്കപ്പെട്ടതിന് ശേഷവും അതിനോട് എതിര് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് 40-ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير. إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം, യുൽഹിദൂന, ഇൽഹാദ് ചെയ്യുന്നവർ. എന്താണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ? അൽഹദ യുൽഹിദു ഇൽഹാദൻ. അൽഹദ എന്ന് പറഞ്ഞാൽ നേരായ വഴിയിൽ നിന്ന്, നേരെ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നിന്ന് തെറ്റി ചെയ്യുന്നതിനാണ് അൽഹദ എന്ന് പറയുക. അഥവാ നേരായ വഴിയിൽ നിന്ന് തെറ്റുക, സത്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയുക, ദുർവ്യാഖ്യാനിക്കുക, ശരിയായ പ്രമാണങ്ങളെ തെറ്റിച്ച് കളയുക, സത്യനിഷേധം കാണിക്കുക എന്നെല്ലാമുള്ള അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന പദമാണ് ഇൽഹാദ്. അപ്പോൾ ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന, അൽഹദ യുൽഹിദു ഇൽഹാദൻ, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന, നമ്മുടെ ആയാത്തുകളിൽ ഇൽഹാദ് കാണിക്കുന്നവർ അഥവാ ആയാത്തുകളെ നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നവർ, ലാ യഖ്ഫൗന അലൈന, അവർ നമ്മുടെ മേൽ മറഞ്ഞു നിൽക്കുകയില്ല, അഥവാ നമ്മിൽ നിന്ന് അവർ മറഞ്ഞു നിൽക്കുകയില്ല. ഖഫ, യഖ്ഫ, ഖഫിയൻ. ഖഫ എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുക. ലാ യഖ്ഫൗന അലൈന, അവർ നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരെ നാം കാണുന്നുണ്ട് എന്നർത്ഥം. അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ. അഫമൻ യുൽഖാ ഫിന്നാർ, നരകത്തിൽ ഇടപെടുന്നവനാണോ? അൽഖ എന്ന് പറഞ്ഞാൽ എറിയുക, വലിച്ചെറിയുക, ഇടുക എന്നൊക്കെയാണ് അർത്ഥം. അൽഖ യുൽഖി ഇൽഖാഅൻ. യുൽഖ എന്ന് പറഞ്ഞാൽ
ഇടപ്പെടുക, എറിയപ്പെടുക. അഫമൻ യുൽഖാ ഫിന്നാരി, നരകത്തിലേക്ക് എറിയപ്പെടുന്നവനാണോ ഖൈറുൻ, നല്ലവൻ അല്ലെങ്കിൽ നല്ല അവസ്ഥയിൽ, അതല്ല അം മൻ യഅതി ആമിനൻ, അതല്ല മൻ യഅതി ഒരുവൻ വരുന്നു, അതാ യഅതി എന്ന് പറഞ്ഞാൽ വരിക, ആമിനൻ നിർഭയനായിക്കൊണ്ട്. അമിന എന്ന് പറഞ്ഞാൽ നിർഭയത്വം നേടുക, ആമിൻ എന്ന് പറഞ്ഞാൽ നിർഭയൻ, പേടിയില്ലാത്തവനായിക്കൊണ്ട്, നിർഭയനായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരുന്നവനാണോ ഖൈർ. ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. അമില യഅ്മലു അമലൻ, ഇഅ്മലൂ നിങ്ങൾ പ്രവർത്തിച്ചോളൂ, മാ ശിഅ്തും നിങ്ങൾക്കിഷ്ടമുള്ളത്. ഇന്നഹു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, അമില യഅ്മലു അമലൻ ബിമാ തഅമലൂന ബസീർ കാണുന്നവനാകുന്നു. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുന്നവനാകുന്നു. അപ്പോൾ 40-ാമത്തെ ആയത്ത് സത്യനിഷേധികളായ ആളുകൾക്കും ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾക്കും പരിശുദ്ധ ഖുർആനിനെതിരെയും മറ്റും തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകൾക്കുമുള്ള ശക്തമായ താക്കീതാണ് സൂറത്തു ഫുസ്സിലത്തിലെ 40-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന, നമ്മുടെ ആയാത്തുകളിൽ, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അതേപോലെ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ നമ്മുടെ ആയാത്തുകളിൽ ഇൽഹാദ് കാണിക്കുന്നവർ, അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അൽ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ വദ്ഉൽ കലാമി അലാ ഗൈരി മവാളിഇഹി, ഒരു കലാമിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുക, ഒരു വാക്കിന് അതിൻ്റെ സ്ഥാനത്ത് നൽകേണ്ടുന്ന അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കുക. അതുകൊണ്ടാണ് ഇൽഹാദിന് നാം അൽ മൈലു അനിൽ ഹഖ് എന്ന് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത്. അൽ മൈലു അനിൽ ഹഖ് അല്ലെങ്കിൽ അൽ മൈലു അനി സിറാത്ത്, വഴിയിൽ നിന്ന് തെറ്റുക, സത്യത്തിൽ നിന്ന് തെറ്റുക, അതിനാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുക. അല്ലെങ്കിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഇകളിലുള്ള ഇൽഹാദിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലുണ്ട്. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇ, അള്ളാഹുവിൻ്റെ അസ്മാഇകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക. എന്താണ് അള്ളാഹുവിൻ്റെ അസ്മാഇകളിലുള്ള ഇൽഹാദ്? ഒന്ന് ദുർവ്യാഖ്യാനിക്കലാണ്, മറ്റൊന്ന് നിഷേധിക്കലാണ്, അതേപോലെ തന്നെ ഉപമകൾ പറയലാണ്, അല്ലെങ്കിൽ രൂപം പറയലാണ്. ഇതെല്ലാം ഇൽഹാദാണ്. സ്വന്തം നിലക്ക് അള്ളാഹുവിനില്ലാത്ത പേരുകൾ സ്ഥാപിക്കലാണ്, അള്ളാഹുവിനുള്ള പേരുകളെ നിഷേധിച്ച് കളയലാണ്. ഇതൊക്കെ ഇൽഹാദാണ്. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ദുർവ്യാഖ്യാനിക്കുക, അതിനെ നിഷേധിച്ച് തള്ളുക, ആ വിഷയത്തിൽ ശരിയായ പാതയിൽ നിന്ന് തെറ്റിപ്പോവുക, ഇതെല്ലാം ഇൽഹാദാണ്. അതുകൊണ്ട് സത്യനിഷേധവും ബഹുദൈവാരാധനയും ദുർവ്യാഖ്യാനവും ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിചലനവും എല്ലാം ഇൽഹാദിൽപ്പെടും. അങ്ങനെയുള്ള ഇൽഹാദ് അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ കാണിക്കുന്നവർ, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന ലാ യഖ്ഫൗന അലൈന, അവർ നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല. ഖഫ യഖ്ഫ, ഖഫിയൻ മറഞ്ഞു നിൽക്കുക, ലാ യഖ്ഫൗന അലൈന എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷണ സ്ഥാനത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല. അപ്പോൾ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, സ്വഹാബത്തടക്കമുള്ള ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, ഇത് വ്യക്തമായൊരു താക്കീതാണ്. ലാ യഖ്ഫൗന അലൈന, നിങ്ങളെ നാം കാണാതിരിക്കുന്നൊന്നുമില്ല. ആ പറഞ്ഞത് വളരെ ശക്തമായൊരു താക്കീതാണ്. ഇങ്ങനെ ഇൽഹാദ് നടത്തുന്ന ആളുകളെ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അവർക്കുള്ള ശിക്ഷ അവൻ ഈ ലോകത്തും പരലോകത്തും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന താക്കീതാണ് അതിൽ ഉള്ളത്. ലാ യഖ്ഫൗന അലൈന, അവർ നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരല്ല, അവരെ നാം കൃത്യമായി കാണുന്നുണ്ട്, അവരുടെ അമലുകൾ അള്ളാഹു കാണുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനാണോ
അതല്ല ഖിയാമത്ത് നാളിൽ അങ്ങനെ ഒരു പേടിയില്ലാതെ നിർഭയനായി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന സന്തോഷത്തോടുകൂടി വരുന്നവനാണോ? ആരാണ് കൂടുതൽ ഖൈർ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇൽഹാദിലൂടെ, സത്യനിഷേധത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത് നരകത്തിലുള്ള സീറ്റാണ്. അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എന്നാൽ അത്തരം ഇൽഹാദുകൾ ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ കൃത്യമായി വിശ്വസിക്കുക, അതിനെ ദുർവ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്യാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വളരെ കൃത്യമായി കേൾക്കുക, ഒരു കാരണവശാലും അതിനെ ദുർവ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതിരിക്കുക, ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുക. ഇങ്ങനെ തികഞ്ഞ വിശ്വാസിയായിക്കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട് ഒരാൾ ജീവിച്ചാൽ പരലോകത്തവൻ നിർഭയനായിരിക്കും. ഈമാൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം നിർഭയത്വം എന്നാണ്. ശരിയായ വിശ്വാസം ഒരാൾക്ക് നിർഭയത്വം നൽകുന്നു. അതിന് വിപരീതം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ നിർഭയത്വം നഷ്ടപ്പെടും. അവരുടെ നിർഭയത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകൾക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്. അങ്ങനെയുള്ള ഒരു നിർഭയത്വമുള്ള അവസ്ഥയിൽ ഖിയാമത്ത് നാളിൽ വരലാണോ ഖൈർ? അതല്ല തുച്ഛമായ ഭൗതികമായ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി, ക്ഷണികമായ ഭൗതിക ജീവിതത്തിന് വേണ്ടി, ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ നിഷേധിച്ച് അവസാനം ക്ഷണികമായ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്ത് വരുമ്പോൾ ഖേദിക്കുന്ന, നഷ്ടക്കാരിൽ ഉൾപ്പെടുന്ന, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ, ഈ രണ്ടവസ്ഥകളിൽ ഏതാണ് ഖൈർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വിവേകമതികളായ ബുദ്ധിയുള്ള ആളുകൾ തീർത്തു പറയും, ഈ ക്ഷണികമായ ജീവിതത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി പരമമായ സത്യത്തെ നിഷേധിക്കുന്നത് വിഡ്ഢിത്തമാണ്. മറിച്ച് മരണാനന്തര ജീവിതത്തിലെ ശാശ്വതമായ വിജയത്തിനു വേണ്ടി, അവിടെയുള്ള ശാശ്വതമായ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കലാണ് ബുദ്ധിമാനായ ആൾക്ക് കരണീയമായിട്ടുള്ളത് എന്ന് തീർച്ചയായും ബുദ്ധിയുള്ള ആളുകൾ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയേണ്ടതാണ്. ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ഷണികമാണ്, വളരെ ക്ഷണികമാണ്. ഇവിടെയുള്ള സുഖസൗകര്യങ്ങളും ക്ഷണികമാണ്. പലപ്പോഴും സത്യത്തെ നിഷേധിക്കുന്നവർ ഇവിടെയുള്ള സുഖസൗകര്യങ്ങളോട് കൂടിയുള്ളൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ഒരു മരണവും മരണാനന്തര ജീവിതവുമുണ്ട്. അവിടെ വിജയിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ നമ്മുടെ സ്രഷ്ടാവിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് ആ ഖൈറായിരിക്കണം നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും പരിപൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചാൽ അവർക്കാണ് നിർഭയത്വമുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിർഭനായി വരുന്നവനാണോ അതല്ല നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനാണോ ഖൈറായിട്ടുള്ളവൻ? തീർച്ചയായും നിർഭയനായി സ്വർഗാവകാശിയായി വരുന്നവനാണ് ഖൈറായിട്ടുള്ളവൻ. അതിനെന്ത് വേണം? ഇസ്ലാമിനെ അംഗീകരിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതും ഒരു താക്കീതാണ്. ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദമല്ല. എല്ലാ മുഫസ്സിരിങ്ങളും ഐക്യകണ്ഠേന പറഞ്ഞത് അത് താക്കീതാണ്. കാരണം നരകത്തിൽ വലിച്ചെറിയപ്പെടുമെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇഅ്മലൂ മാ ശിഅ്തും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾക്കെന്തുമാകാം, പക്ഷേ വിശ്വസിച്ചാൽ എന്ത് കിട്ടും, അവിശ്വസിച്ചാൽ എന്ത് ശിക്ഷ ലഭിക്കും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറ. സത്യം അല്ലാഹുവിൽ നിന്ന് വന്നെത്തിയിരിക്കുന്നു. ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, അല്ലാത്തവന് വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ളാലിമീങ്ങൾക്ക് നരകം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടറിയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ 3 താക്കീതുകളുണ്ട്. ഒന്ന്, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാത്തിന, നമ്മുടെ ആയാത്തുകളെ നിഷേധിക്കുന്ന, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ, ലാ യഖ്ഫൗന അലൈന, അവർ നമ്മിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല. അതൊരു താക്കീതാണ്. അതേപോലെ തന്നെ ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്കിഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ, പക്ഷേ വഴിയെ കണ്ടോളാം എന്ന ഒരു താക്കീതാണ് അതിലുള്ളത്. അതും താക്കീതാണ്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു കണ്ടറിയുന്നുണ്ട് എന്നതും താക്കീതാണ്. അതോടൊപ്പം തന്നെ അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരാണ് എന്നും ഈ ആയത്തിൽ വ്യക്തമാക്കുന്നു.
അതുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി പരിപൂർണ വിശ്വാസികളായിക്കൊണ്ട്, മുസ്ലിമീങ്ങളായിക്കൊണ്ട്, മുഅ്മിനുകളായിക്കൊണ്ട് ജീവിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ് എന്നാണ് സൂറത്തു ഫുസ്സിലത്തിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. 41-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ്. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും. ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും നിഷേധിച്ച ആളുകൾ, കഫറ യക്ഫുറു കുഫറൻ, അതാണ് നേരത്തെ പറഞ്ഞ ഇൽഹാദ്, അത് കുഫറാണ്. അത് ഈ ആയത്തിൽ ഒന്നുകൂടി വ്യക്തമാണ്. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി, ദിക്റിനെ നിഷേധിച്ചവർ. ഏതാണ് ഈ ദിക്ർ? പരിശുദ്ധ ഖുർആനാണ് ഉദ്ദേശം. ലമ്മാ ജാഅഹും, അവർക്കത് വന്നു കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ അവർക്കത് വന്നു കിട്ടിയപ്പോൾ. ലമ്മാ ജാഅഹും, അവർക്ക് അത് വന്നു കിട്ടിയപ്പോൾ. ജാഅ യജീഉ ഈജാഅൻ ഔ മജീഅ. ജാഅഹും, അവർക്ക് വന്നപ്പോൾ, ആ ദിക്ർ അവർക്ക് വന്നപ്പോൾ അതിനെ നിഷേധിച്ച ആളുകൾ, അങ്ങനെയുള്ള നിഷേധികൾ അവർ വലിയ അപകടത്തിലാണ്. വ ഇന്നഹു, തീർച്ചയായും ഈ ഒരു ദിക്ർ ലകിതാബുൻ, അതൊരു കിതാബാണ്, അതൊരു ഗ്രന്ഥമാണ്, വേദഗ്രന്ഥമാണ്. അസീസുൻ, ഇസ്സത്തുള്ള, പ്രതാപമുള്ള ഒരു ഗ്രന്ഥമാണ്. അതാണ് 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാത്തിന, നമ്മുടെ ആയാത്തുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ കുറിച്ചാണ് 40-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അവർ ഇൽഹാദ് നടത്തുന്ന ആ ആയാത്തുകൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ആ പരിശുദ്ധ ഖുർആൻ എന്നത് ഏറ്റവും വലിയ ദിക്റാണ്, അത് പ്രതാപമേറിയ ഒരു ഗ്രന്ഥമാണ്. അതിനെ നിഷേധിക്കുന്നവരുടെ കാര്യം മഹാകഷ്ടമാണ് എന്നാണ് 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന കഫറു, തീർച്ചയായും നിഷേധിച്ചവർ ബിദ്ദിക്രി, ഈ ഒരു ദിക്റിനെ. അതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഖുർആനിനെ ദിക്ർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അവിടെ ഖുർആനിനെ കുറിച്ച് ദിക്ർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വ ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക് എന്ന് ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവിടെയും ഈ ദിക്റിനെ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം, മെസ്സേജ്, സന്ദേശം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദിക്ർ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഓർമ്മിക്കൽ, ഓർമ്മപ്പെടുത്തൽ എന്നൊക്കെയാണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ തദ്കിറത്താണ്, ഓർമ്മപ്പെടുത്തുന്ന, ഉൾക്കാഴ്ച നൽകുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഖുർആനിന് ആ പേര് നൽകപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിന് നൽകപ്പെട്ട പേരുകളിൽ ഒരു പേര് അദ്ദിക്ർ എന്നാണ്. ഖുർആൻ എന്ന് പേരുണ്ട്, ഫുർഖാൻ എന്ന് പേരുണ്ട്, അതേപോലെ തന്നെ അൽ കിതാബ് എന്ന് പേരുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു പേരാണ് അദ്ദിക്ർ, പരിശുദ്ധ ഖുർആനിൻ്റെ പേരാണ്. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി, ഈ ഒരു ദിക്റിനെ, ഉത്ബോധനത്തെ, പരിശുദ്ധ ഖുർആനിനെ നിഷേധിച്ചവർ, ലമ്മാ ജാഅഹും, അവർക്കത് വന്നു കിട്ടിയപ്പോൾ. അവരാണ് നേരത്തെ പറഞ്ഞ നരകത്തിൽ വലിച്ചെറിയപ്പെടുന്നവരും ഇൽഹാദിൻ്റെ ആളുകളും. എന്നാൽ അറിയുക, വ ഇന്നഹു, തീർച്ചയായും ഈ ഖുർആൻ ലകിതാബുൻ, അതൊരു വേദഗ്രന്ഥമാണ്. അസീസുൻ, പ്രതാപമേറിയ. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപമേറിയത്. ദുൽ ഇസ്സ എന്നാണ്, പ്രതാപമുള്ളത്. മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വ ഇന്ന ഹാദ ദിക്റ, തീർച്ചയായും ഈ ഒരു ദിക്ർ അഥവാ ഖുർആൻ ലകിതാബുൻ അസീസ്, പ്രതാപമേറിയ കിതാബാണ്. ബി ഇഅ്സാസില്ലാഹി ഇയ്യാഹു, അതിന് പ്രതാപം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്സത്തുള്ളതാണ്. അതോടൊപ്പം ഈ ഗ്രന്ഥത്തിന്, മുസ്ഹഫിന്, ഖുർആനിന് അള്ളാഹു ചില പ്രതാപം നൽകിയിട്ടുണ്ട്. വഹിഫ്ളിഹി, അള്ളാഹു അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. മിൻ കുല്ലി മൻ അറാദ ലഹു തബ്ദീല, ഖുർആനിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്, അല്ലെങ്കിൽ ഔ തഹരീഫ, അതിന് ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും, ഔ തഗയീറ, അല്ലെങ്കിൽ ഖുർആനിനെ തന്നെ മാറ്റിക്കളയാൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന്, മിൻ ഇൻസിയിൻ വ ജിന്നിയിൻ വ ഷൈത്താനിൻ, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഷൈത്താനുകളിൽ നിന്നും ആരൊക്കെയാണോ പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും നിലക്കുള്ള മാറ്റത്തിരുത്തലുകളോ ദുർവ്യാഖ്യാനമോ ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്നൊക്കെ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലേക്ക് ആ നിലക്കുള്ള ഒരു തബ്ദീലും മാറ്റത്തിരുത്തലുകളോ ദുർവ്യാഖ്യാനമോ കടന്നു വരികയില്ല. അങ്ങനെ ദുർവ്യാഖ്യാനം കടന്നു വരാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള
എല്ലാ സത്യത്തിലേക്കും വഴി നടത്തുന്ന, ഒരു വൈരുദ്ധ്യങ്ങളും കാണാൻ സാധിക്കാത്ത, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും മഹത്വമേറിയ അള്ളാഹുവിൻ്റെ കലാമുകൾ ഉൾക്കൊള്ളുന്ന കിതാബാണ് എന്നാണ് ല കിതാബുൻ അസീസ്, പ്രതാപമേറിയ ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 42-ാമത്തെ ആയത്തിൽ ഈ പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. لا يأتيه, അതിലേക്ക് വരുന്നില്ല. അതാ യഅതി എന്ന് പറഞ്ഞാൽ വരിക. അതാ യഅതി ഇതിയാനൻ. ലാ യഅതീഹിൽ ബാത്തിലു, ബാത്തിലായത് അതിലേക്ക് വരികയില്ല. അൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായത്, തെറ്റായത്, അബദ്ധം ഖുർആനിലേക്ക് കടന്നു വരികയില്ല. മിൻ ബൈനി യദൈഹി, അതിൻ്റെ മുന്നിലൂടെയും, വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ പിറകിലൂടെയും. ഖുർആനിൻ്റെ മുന്നിലൂടെയോ, ഖൽഫ് എന്ന് പറഞ്ഞാൽ പിറക്, മിൻ ബൈനി യദൈ എന്ന് പറഞ്ഞാൽ മുൻഭാഗം, ഖൽഫ് എന്ന് പറഞ്ഞാൽ പിറക്, വലാ മിൻ ഖൽഫി, അതിൻ്റെ പിറകിലൂടെയും ബാത്തിൽ അതിലേക്ക് കടന്നു വരികയില്ല. കാരണം തൻസീലുൻ, അതിൻ്റെ അവതരണം, നസ്സല യുനസ്സിലു തൻസീല, ഖുർആനിൻ്റെ അവതരണം ആരിൽ നിന്നാണ്? മിൻ ഹക്കീമിൻ. ഹക്കീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. ദു അൽ ഹിക്മ, ഹിക്മത്തുള്ളവൻ, അഗാധജ്ഞാനമുള്ളവൻ, തത്വജ്ഞാനമുള്ളവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. മിൻ ഹക്കീമിൻ, അഗാധജ്ഞനായ അള്ളാഹുവിൽ നിന്ന്. ഹമീദിൻ, സ്തുത്യർഹനായ അഥവാ മഹ്മൂദ്, മഹ്മൂദായ, സ്തുതിക്കപ്പെടുന്നവനും സ്തുത്യർഹനുമായ അഗാധജ്ഞനായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിലൂടെയോ പിറകിലൂടെയോ അതിൽ വ്യർത്ഥമായത്, അനാവശ്യമായത്, തെറ്റായത്, അബദ്ധങ്ങളൊന്നും കടന്നുകൂടുകയില്ല. അതാണ് കിതാബുന അസീസ് എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ല കിതാബുന അസീസ്, പ്രതാപമേറിയ ഗ്രന്ഥം. ലാ യഅതീഹിൽ ബാത്തിലു, അതിൽ വ്യർത്ഥമായതൊന്നും കടന്നു വരികയില്ല, മനുഷ്യരുടെ ഒരു വാക്കും അതിലേക്ക് കടന്നു വരികയില്ല. മിൻ ബൈനി യദൈഹി, മിൻ ബൈനി യദൈഹി, അതിൻ്റെ മുന്നിലൂടെയോ, വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ പിറകിലൂടെയോ. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, ഹിക്മത്തുള്ളവനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാകുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി, മഅനാഹു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യസ്തതിഉ സൂ ബാത്തിലിൻ, ബാത്തിലിൻ്റെ ആളുകൾക്ക് കഴിയില്ല, ദുർവ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, തൽപര കക്ഷികൾക്ക്, ബി കൈദിഹി, അവരുടെ തന്ത്രം കൊണ്ട്, തഗ്യീറഹു ബി കൈദിഹി, അവരുടെ തന്ത്രം കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. വതബ്ദീല ഷൈഇൻ മിൻ മആനീഹി അമ്മാ ഹുവ ബിഹി, അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥത്തിൽ എന്തെങ്കിലും ദുർവ്യാഖ്യാനം കൊണ്ടുവന്നാൽ വരെ പിടിക്കപ്പെടുന്ന രൂപത്തിലാണുള്ളത്. കാരണം പരിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിനാണ് ഓതൻറ്റിസിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ഈ ഖുർആനിനെ താങ്കൾ വേണം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണമായിരിക്കണം ആ നബിയിൽ നിന്ന് കേട്ട സ്വഹാബത്തിൻ്റെ വിശദീകരണം. കാരണം നബി പഠിപ്പിച്ചു കൊടുക്കുന്ന ആർക്കാണ്? സ്വഹാബികൾക്കാണ്. അതുകൊണ്ട് സ്വഹാബികളിൽ നിന്നുള്ള കുറ്റമറ്റ, അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിശദീകരണങ്ങൾ മാത്രമേ പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിന് അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി അതിനെ വ്യാഖ്യാനിച്ചാൽ, ആ വ്യാഖ്യാനം പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളുമായി ഒത്തുപോകുന്നതാണെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബികൾ പഠിപ്പിച്ച രൂപത്തിലാണെങ്കിൽ അത് തന്നെ കുറ്റമറ്റ പരമ്പരകളോടുകൂടി പ്രവാചകൻ പറഞ്ഞു എന്ന് സ്ഥിരപ്പെടണം, കുറ്റമറ്റ പരമ്പരയോടുകൂടി സ്വഹാബികൾ പറഞ്ഞു എന്ന് സ്ഥിരപ്പെടണം. അപ്പോൾ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് അതിന് ഇന്ന അർത്ഥമാണ്, ഇന്ന വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥവും വ്യാഖ്യാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമുള്ള കാലത്തോളം
സ്വീകരിക്കപ്പെടുകയില്ല അവർ പറഞ്ഞതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാത്ത കാലത്തോളം. അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. വിയോജിപ്പ് പ്രകടിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അത്തരം വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിരുത്തലുകൾ വരുത്താനോ തബ്ദീലുകളോ തഗയീറുകളോ വരുത്താനോ ആര് വിചാരിച്ചാലും സാധ്യമല്ല. വദാലിക ഹുവൽ ഇത്യാനു മിൻ ബൈനി യദൈഹി, അതാണ് മിൻ ബൈനി യദൈഹി, അതിൻ്റെ മുന്നിലൂടെ എന്തെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾ അതിൽ കടന്നു വരികയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അതിലേക്കൊന്നും അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റൂല. പുതിയ ആയത്തുകളോ പുതിയ പദങ്ങളോ ആഡ് ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ വല ഇൽഹാഖ മാ ലൈസ മിൻഹു ഫീഹി, ഒന്നും അതിലില്ലാത്തത് അതിലേക്ക് ചേർക്കാനും പറ്റുകയില്ല. വദാലിക ഇത്യാനുഹു മിൻ ഖൽഫിഹി, അതാകുന്നു അതുകൊണ്ട് അതിൻ്റെ ഖൽഫിലൂടെ അതിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ മുന്നിലൂടെയോ പിറകിലൂടെയോ ബാത്തിൽ കടന്നു വരൂല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതിലുള്ള ഏതെങ്കിലും ആയത്തുകളെ മാറ്റാനോ തിരുത്താനോ ദുർവ്യാഖ്യാനിക്കാനോ കഴിയില്ല. ഖുർആനിലില്ലാത്ത പുതിയ ആയത്തുകൾ അതിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ കുറയ്ക്കാനും പറ്റൂല, കൂട്ടാനും പറ്റുകയില്ല. അതിൻ്റെ പിറകിലൂടെ ഒന്നും അതിലേക്ക് കടന്നു വരികയുമില്ല, മുന്നിലൂടെ ഒന്നും നഷ്ടപ്പെടുകയുമില്ല എന്നർത്ഥം. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി, അതിൻ്റെ മുന്നിലൂടെ വ്യർത്ഥമായത് അതിലേക്ക് കടന്നു വരികയില്ല. പരിശുദ്ധ ഖുർആനിലുള്ള ഒന്നും ദുർവ്യാഖ്യാനിക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുകയില്ല. വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ പിറകിലൂടെ ഒന്നും അതിൽ ചേർക്കപ്പെടുകയോ പുതിയ ആയത്തുകളോ അധ്യായങ്ങളോ കൊണ്ടുവരാനോ കഴിയില്ല. ഭദ്രമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. കാരണം തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, ഇത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. മാത്രമല്ല അവൻ ഹിക്മത്തോടുകൂടി അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ് എന്ന ഭാഗം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഐ ഹക്കീമുൻ, അള്ളാഹു അഗാധജ്ഞനും തത്വജ്ഞനുമാണ്, ഫി അഖ്വാലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ വാക്കുകളിൽ, വ അഫ്ആലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളിലും. ഹമീദുൻ ബിമഅന മഹ്മൂദിൻ, ഹമീദ് എന്ന് പറഞ്ഞാൽ ബിമഅന മഹ്മൂദിൻ, സ്തുതിക്കപ്പെടുന്നവൻ. ഐ ഫി ജമീഇ മാ യഅ്മുറു ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ അവൻ സ്തുതിക്കപ്പെടണം. വയൻഹാൻഹു, അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ അതിലും അവൻ സ്തുതിക്കപ്പെടണം. അൽ ജമീഉ മഹ്മൂദത്തുൻ അവാഖിബുഹു വഗായാത്തുഹു, എല്ലാ കാര്യങ്ങളും അവനിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളുടെ പേരിൽ അവൻ പ്രശംസിക്കപ്പെടേണ്ടവനാണ്. അതിൻ്റെ പര്യവസാനത്തിൻ്റെ വിഷയത്തിലും അവൻ പ്രശംസിക്കപ്പെടേണ്ടവനാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിലൊക്കെ ഖൈറേ ഉള്ളൂ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും ഖൈറ് മാത്രമേ ഉള്ളൂ. എല്ലാ ഖൈറുകളും അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അവൻ്റെ എല്ലാ തീരുമാനങ്ങളും ഖളാഉകളും ഖദറുകളും ഖൈറാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അതെല്ലാം അള്ളാഹു സ്തുതിക്കപ്പെടേണ്ടവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലേക്കേ നമ്മെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ഇസ്ലാം വിരോധിച്ച എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് വിശദമായി പഠിക്കുമ്പോൾ നാം അവനെ സ്തുതിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സ്തുത്യർഹനായ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഹിക്മത്തോടു കൂടി, കാരണം ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വളുഉ ശൈഇ ഫീ മൗളിഇഹി, ഒരു കാര്യം വെക്കേണ്ടടത്ത് വെക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമാണ്, കറക്റ്റാണ്. അവൻ സൃഷ്ടിച്ചതിൻ്റെ ഘടന, പ്രപഞ്ചത്തിൻ്റെ രൂപം, അവൻ്റെ ശർഈയായ നിയമങ്ങൾ, ഖദരിയായ പ്രപഞ്ചത്തിൽ കാണുന്ന നിയമങ്ങൾ എല്ലാം സമ്പൂർണ്ണമാണ്. ഇത്ഖാനോടുകൂടിയാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും അവൻ സമ്പൂർണ്ണമാക്കിയിട്ടുണ്ട്. ഒരു കുറവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആകാശലോകത്തേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? ഒരു കുഴപ്പവും കാണാൻ കഴിയില്ല. അത്രക്ക് പെർഫെക്റ്റാണ്. അതേപോലെ തന്നെയാണ് ശരീഅത്തിലെ നിയമങ്ങൾ. ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും ഓരോ ഖുർആനിക വചനങ്ങളിലും അടങ്ങിയ നിയമങ്ങളും കുറ്റമറ്റതാണ്. അതാണ് അവൻ ഹക്കീമാണ്, ഹമീദാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവൻ ഹക്കീമാണ്, അഥവാ ഹിക്മത്തുള്ളവനാണ്. ഫീ ഖൽഖിഹി വ അംരിഹി, അവൻ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളിലും ആ ഹിക്മത്ത് കാണാം. വ അംരിഹി, അവൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും ആ ഹിക്മത്ത് കാണാം. വയളഉ കുല്ല ഷൈഇൻ മൗളിഅഹു,
എല്ലാറ്റിനെയും അതതിൻ്റെ സ്ഥാനത്തെ അവൻ വെച്ചിട്ടുള്ളൂ. വയുൻസിലുഹു മൻസിലഹു, എല്ലാറ്റിനെയും അതിൻ്റേതായ സ്ഥാനത്തെ അവൻ വെച്ചിട്ടുള്ളൂ, ഇറക്കി വെച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ അവൻ ഹമീദാണ്, സ്തുത്യർഹനാണ്. അലാ മാലഹു മിൻ സിഫാത്തിൽ കമാൽ, ഒന്ന് അവൻ്റെ എല്ലാ സിഫാത്തുകളും സമ്പൂർണ്ണമാണ്. വനഊത്തിൽ ജലാൽ, അതേപോലെ തന്നെ ഏറ്റവും ഉന്നതമായ ജലാലത്തിൻ്റെ വിശേഷണങ്ങളാണ് അവനുള്ളത്. വ അലാ മാലഹു മിനൽ അദ്ലി വൽ ഇഫ്ളാൽ, എല്ലാ നീതിയും അവനിൽ നിന്നാണ്, എല്ലാ അനുഗ്രഹങ്ങളും അവനിൽ നിന്നാണ്. ഫലിഹാദ കാന കിതാബു, അതുകൊണ്ട് തന്നെ അള്ളാഹു അവതരിപ്പിച്ച കിതാബ് മുഷ്തമിലൻ അല തമാമിൽ ഹിക്മ, അള്ളാഹു ഹക്കീമാണ്, അതുകൊണ്ട് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥവും ഹിക്മത്തുള്ളതാണ്. അതിലെ ഓരോ ആയത്തും വെക്കേണ്ടിടത്താണ് വെച്ചത്, അതിലെ ഓരോ നിയമങ്ങളും വെക്കേണ്ടിടത്താണ് വെച്ചിട്ടുള്ളത്. വാല തഹ്സീലിൽ മസാലിഹി വൽ മനാഫിഅ, എല്ലാ ഉപകാരങ്ങളും നന്മകളും അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ ലഭിക്കും. വദഫ്ഇൽ മഫാസിദി വൽ മദാർ, എല്ലാ ഉപദ്രവങ്ങളും ഫസാദുകളും അതിൽ നിന്ന് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അല്ലത്തി യുഹ്മദു അലൈഹ, അള്ളാഹു സ്തുതിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഭൂമിയിൽ സമാധാനമേ ഉണ്ടാകൂ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്താൽ ഭൂമിയിൽ സമാധാനമേ ഉണ്ടാകൂ. വ്യക്തിക്ക്, മനസ്സിന്, വീടിന്, നാടിന്, സമൂഹത്തിനൊക്കെ സമാധാനമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തെ അവൻ സംവിധാനിച്ചത് പരിശോധിച്ചാൽ എങ്ങനെ നോക്കിയാലും എല്ലാ വിഷയത്തിലും അവൻ സ്തുതിക്കപ്പെടണം. അതുകൊണ്ടാണ് മഹ്ശറുൽ ഖിയാമത്ത് നാളിൽ വിചാരണയെല്ലാം കഴിഞ്ഞ് സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിളിച്ചു പറയപ്പെടുന്നത് എന്താണ്? വഖീൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. നരകത്ത് പോയവർ നരകത്ത് പോയത് അവരതിന് അർഹരായതുകൊണ്ടാണ്. സ്വർഗത്ത് പോയവർ സ്വർഗത്തിൽ പോയത് അവർക്കും അതിനുള്ള അർഹത അള്ളാഹു നൽകിയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു തആല സ്തുതിക്കപ്പെടുന്നവനാണ്. അങ്ങനെ സ്തുതിക്കപ്പെടുന്ന ഹമീദായ, എല്ലാ കാര്യങ്ങളും ഏറ്റവും പെർഫെക്ഷനോടുകൂടിയും തത്വദീക്ഷയോടുകൂടിയും യുക്തിഭദ്രമായും അഗാധമായ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലും ചെയ്യുന്ന ഹക്കീമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തൻസീലാണ്, അവതരണമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി, അതിൻ്റെ മുന്നിലൂടെ അതിൽ വ്യർത്ഥമായത് കടന്നു വരികയില്ല. അഥവാ ഖുർആനിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുകയോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുകയോ ഇല്ല. വലാ മിൻ ഖൽഫിഹി, പിറകിലൂടെ ഒന്നും ചേർക്കപ്പെടുകയുമില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ചും വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. അതിൻ്റെ മുന്നിലൂടെ പുതുതായി ഒന്നും കടന്നു വരികയില്ല, പിറകിലൂടെ ഒന്നും നഷ്ടപ്പെടുകയുമില്ല. രണ്ടാണെങ്കിലും അതിൽ ബാത്തിലായത് കടന്നു വരികയില്ല, അതിൽ ഉള്ളത് നഷ്ടപ്പെടുകയുമില്ല. അതാണ് ആയത്തിൻ്റെ അർത്ഥം. അതിലുള്ളത് നഷ്ടപ്പെടൂല, അതിലേക്ക് പുതിയത് വരികയുമില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ കിതാബുൻ അസീസ്, പ്രതാപമേറിയ കിതാബാണ്. എന്നിട്ടും അതൊക്കെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഖുർആനിൻ്റെ മാസ്മരികതയുടെ മുമ്പിൽ, അതിൻ്റെ അത്ഭുതത്തിൻ്റെ മുമ്പിൽ അറബികൾ, ഖുറൈശികൾ, അത് കേൾക്കുന്നവർ പകച്ചു നിന്നിട്ടുണ്ട്, എന്നും നിന്നിട്ടുണ്ട്. ഇന്നും നമുക്കതിൻ്റെ തെളിവുകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ അടുത്ത് നടന്ന സംവാദത്തിൽ പോലും 40-40 വർഷം താൻ ഉണ്ടാക്കിയെടുത്ത എല്ലാ ന്യായവാദങ്ങളും ഒരൊറ്റ ആയത്തിൻ്റെ മുമ്പിൽ തകർന്നുപോയി എന്ന് പറഞ്ഞാൽ, ഏത് സത്യനിഷേധിയുടെ ഏത് ദുർവ്യാഖ്യാനത്തെയും തകർത്ത് കളയാൻ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരു ആയത്ത് തികച്ചു വേണ്ട എന്നർത്ഥം. എന്നിരിക്കെ പരിശുദ്ധ ഖുർആനിൽ 6000-ലധികം വരുന്ന വചനങ്ങളുടെ മുന്നിൽ സത്യനിഷേധികൾക്ക് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനു മുമ്പിൽ തലകുനിക്കാതെ, അതിന് കീഴൊതുങ്ങാതെ മാറിപ്പോകാനും കഴിയില്ല. എന്നിട്ടും അത് ചെയ്യുന്ന ആളുകൾ അവർ നബിയെ നിഷേധിക്കുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഖുർആൻ എന്നത് സിഹറാണ്, മാരണമാണ്, കവിതയാണ്, പൂർവീകരുടെ കെട്ടുകഥകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നബിയെ, ഇതിൻ്റെ സത്യത താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടും കൃത്യമായിട്ട് താങ്കൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാമായിരുന്നിട്ടും ഇവർ ഇതിനെ നിഷേധിക്കുമ്പോൾ താങ്കൾക്ക് വിഷമമുണ്ടായേക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 43-ാമത്തെ ആയത്തിൽ, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക് ഇന്ന റബ്ബക ലദൂ മഗ്ഫിറതിൻ വദൂ ഇഖാബിൻ അലീം. ما يقال لك إلا ما قد قيل للرسل من قبلك إن ربك لذو مغفرة وذو عقاب أليم. ما يقال لك, താങ്കളോട് പറയപ്പെടുന്നില്ല. ഖാല യഖൂലു ഖൗലൻ, പറയുക. യുഖാലു എന്ന് പറഞ്ഞാൽ പറയപ്പെടുക. മാ യുഖാലു ലക, താങ്കളോട് പറയപ്പെടുന്നില്ല. ഇല്ല, എന്തല്ലാതെ. മാ ഖദ് ഖീല,
മുമ്പ് പറയപ്പെട്ടതല്ലാതെ. ആരോട്? ലിർറുസുലി, റസൂലുകളോട്, മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള. അപ്പോൾ താങ്കൾക്ക് മുമ്പുള്ള റസൂലുകളോട് പറയപ്പെടാത്തത് ഒന്നും താങ്കളോടും പറയപ്പെടുന്നില്ല. അതുകൊണ്ട് ഇത് താങ്കൾക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല എന്നർത്ഥം. ഇന്ന റബ്ബക, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു തആല ലദൂ മഗ്ഫിറത്തിൻ, വലിയ മഗ്ഫിറത്തുള്ളവനാണ്. അതിനാണ് ഗഫൂർ എന്ന് പറയുക. ഗഫൂർ എന്ന് പറഞ്ഞാൽ ദൂ മഗ്ഫിറ, പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. വദൂ ഇഖാബിൻ അലീം, അതോടൊപ്പം അവൻ ഇഖാബും അലീം, അലീമായി ഇഖാബ് ചെയ്യുന്നവനാണ്. ഇഖാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, ഇഖാബുൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ, അലീം എന്ന് പറഞ്ഞാൽ അലമുള്ള, വേദനയുള്ള, വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാണ്, പാപം പുറത്തു തരുന്നവനുമാണ്. ഇതാണ് 43-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസവാക്കുണ്ട്, നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രതീക്ഷയുടെ വാക്കുണ്ട്, ഷഡിച്ച് തിന്മയിൽ നിൽക്കുന്നവർക്കുള്ള താക്കീതുമുണ്ട്. എന്താണ് പറയുന്നത്? മാ യുഖാലു ലക, താങ്കളോട് പറയപ്പെടുന്നില്ല, ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പുള്ള റസൂലുകളോടും ഈ ആളുകൾ, സത്യനിഷേധികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റസൂലുകൾ മജ്നൂനുകളാണ്, അവർക്ക് മരണം ബാധിച്ചിട്ടുണ്ട്, അവർ ഷിഅറാണ് പറയുന്നത്, കവിതയാണ് പറയുന്നത്, കെട്ടുകഥയാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്നൊക്കെ പൂർവികരായ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുണ്ട്. ഇവർ താങ്കളോട് പറയുന്നതും ആ ഒരർത്ഥത്തിലാണ്. താങ്കൾ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. എക്കാലഘട്ടത്തിലും നബിമാർക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ക്ഷമിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. താങ്കളോട് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർവികരായ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും ഇനി താങ്കളിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറ, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ആർക്ക്? ലിമൻ താബ, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക്. അത് പരിശുദ്ധ ഖുർആൻ വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണോ പശ്ചാത്തപിക്കുന്നത് അവരുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ശിർക്കും കുഫറും ബിദഅത്തും എല്ലാം പൊറുക്കും. പക്ഷേ തൗബ ചെയ്യണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അങ്ങനെയുള്ളവർക്ക് പാപങ്ങൾ പൊറുക്കുന്ന ഗഫൂറും ഗഫാറുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവൻ ഗാഫിറാണ്, ഗഫൂറാണ്, ഗഫാറാണ്, എല്ലാ നിലക്കും പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതേ സമയത്ത് പാപങ്ങൾ അതിൽ നിന്ന് മുക്തരാകാനോ തൗബ ചെയ്യാനോ തയ്യാറില്ലാത്ത ആളുകളാണെങ്കിൽ വദൂ ഇഖാബിൻ അലീം, വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാണ്. അതുകൊണ്ട് പ്രതീക്ഷയും വേണം, പേടിയും വേണം, റജാവും വേണം, അതോടൊപ്പം ഖൗഫും വേണം, റഗ്ബത്തും വേണം, റഹബത്തും വേണം, പേടിയും വേണം, പ്രതീക്ഷയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്, അതേസമയത്ത് എൻ്റെ ശിക്ഷ അങ്ങേയറ്റത്തെ കഠിനമായ ശിക്ഷയുമാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തൗബ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാം. ദുഷ്കർമ്മങ്ങളിൽ മുഴുകുന്ന ആളുകൾ പ്രതീക്ഷയോടുകൂടിയല്ല, പേടിച്ചാണ് കഴിയേണ്ടത്. ഈ രണ്ട് വികാരങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും വേണം, അവൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയും വേണം. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, താങ്കൾക്കിപ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷ എനിക്കുണ്ട്. അതേസമയത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചകളിൽ അള്ളാഹു എന്നെ പിടികൂടുമോ, എന്നെ ശിക്ഷിക്കുമോ എന്ന പേടിയും എനിക്കുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാ, ഇത്തരമൊരവസരത്തിൽ ഈ രണ്ട് വികാരങ്ങൾ ഒരാളിൽ ഒരുമിച്ചാൽ അവൻ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കും. അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചോളും, പ്രശ്നമൊന്നുമില്ല എന്ന നിലക്ക് കരുതരുത്. അതോടൊപ്പം അള്ളാഹു എന്നെ ശിക്ഷിക്കുകയേ ഉള്ളൂ, അവൻ എനിക്ക് രക്ഷയെ നൽകുകയില്ല എന്നും ചിന്തിക്കരുത്. മറിച്ച് ഈ രണ്ട് വികാരങ്ങളും ഒരുമിച്ചുണ്ടാകണം. പേടിയും വേണം, പ്രതീക്ഷയും വേണം. റഗ്ബത്തൻ വറഹബ വയദ്ഊനനാ റഗബൻ വറഹബ, അമ്പിയാക്കൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തത് പേടിയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയുമായിരുന്നു. ഇത് നമുക്കുണ്ടാകണം.
അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പുള്ള റസൂലുകളോടും പറയപ്പെട്ടതേ താങ്കളോടും പറയുന്നുള്ളൂ, അതുകൊണ്ട് ക്ഷമിക്കുക. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് പാപങ്ങളൊക്കെ പുറത്തു തരുന്നവനാണ് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക്. വദൂ ഇഖാബിൻ അലീം, അതോടൊപ്പം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് കഠിനമായി ശിക്ഷ നൽകുന്നവനുമാകുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളിലെല്ലാം അടങ്ങിയ ആശയങ്ങൾ ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, വിശ്വാസികളായിക്കൊണ്ട് നിർഭയന്മാരായി പരലോകത്ത് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഖുർആനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.